ഞാനിന്ന് ഒരു ചാനൽ തുടങ്ങി. അതായത് ഒരു ഫുഡ് ബ്ലോഗ് ചാനൽ. അത് തുടങ്ങാനുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ഞാൻ ഇന്നിങ്ങനെ പനിയാണ്, ജോലിക്ക് പോകാൻ പറ്റിയില്ല, ഭയങ്കര പനിയായിരുന്നു, കാലത്ത് നല്ല പനിയായിരുന്നു. ഞാൻ ഇരിക്കുന്ന യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുക. വയ്യാതെങ്കിൽ യൂട്യൂബ് കണ്ടപ്പോൾ അതെന്നെ അറിയാവുന്ന കുറേ ഷെഫ്മാർ കുറേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടോ. ഞാൻ ചോദിച്ചു അവര് ഞാനും തുടങ്ങാമെന്ന് ചോദിച്ചു. കാരണം ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി എൻ്റെ ഇൻട്രോ പറയാൻ വേണ്ടി വന്നതാണ്. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഷെഫ് മിഥുൻ ഫുഡ് ബ്ലോഗ്സ് എന്നാണ് ഞാൻ ചാനൽ വരിയിട്ടുള്ളത്. ആ വീഡിയോ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തത് കാരണം വെച്ചാൽ എനിക്ക് പനിയാണ്. അപ്പോൾ ഇത് ആശുപത്രിയിൽ പോയപ്പോൾ എനിക്ക് പനി ഒട്ടും മാറിയിട്ടില്ല. ഞാൻ രസം കുടിച്ചാൽ പനി മാറുന്ന എൻ്റെ അമ്മയും എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ രസം ഉണ്ടാക്കാൻ വെച്ചു. ഫസ്റ്റ് രസം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ഫസ്റ്റ് ഇൻട്രോ ആണ് കൊച്ചു ഞാനും തമ്മിൽ. ഹായ് 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 ഹായ്. ചട്ടി വയ്ക്കണേ. ചട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ രസം വയ്ക്കാൻ പോകുള്ളൂ. ചട്ടി തിളച്ച് ചൂടായി വന്നപ്പോൾ തന്നെ അത് എണ്ണ ഒഴിക്കണം. അത് എണ്ണ ഒഴിച്ചപ്പോൾ തന്നെ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചപ്പോൾ തന്നെ അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നല്ല ആവിയൊക്കെ വരും. നമ്മളെന്ത് ചെയ്യുക, കുറച്ച് ഉലുവ ഇടുക, പാകത്തിന് ഉലുവ ഇത്ര മതി. നമ്മൾ 2 പേരുള്ളൂ, കുറച്ച് മതി. കുറച്ച് ഉലുവയ്ക്ക് നല്ല ഫ്ലേവറാണ്. ഉലുവ നല്ലോണം പൊട്ടണം. ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മളതിനകത്തോട്ട് ക്രഷ് ചെയ്തെല്ലാം ഇടാവുള്ളൂ. കാരണം ഉലുവ പൊട്ടിയാലേ അതിൻ്റെ ഫ്ലേവർ കിട്ടത്തുള്ളൂ. അതെ, നമ്മൾ ക്രഷ് ചെയ്തെല്ലാം ഇടുവാണ്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ സ്പൈസ് ഇതെല്ലാം കൂടി ക്രഷ് ചെയ്ത്, അതായത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് ചെറുള്ളി എല്ലാം ക്രഷ് ചെയ്യാനധികം ഇടുവാണ്. നല്ല മൂപ്പിച്ച് നല്ല മൂത്ത് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി അങ്ങ് ഇടുക. അതിനകത്തോട്ട് സ്മെല്ലൊക്കെ വരുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക. കുറച്ചിടാവുള്ളൂ മഞ്ഞൾപ്പൊടി. വേറെ എരിവിനായിട്ട് വേറെ ഒന്നും കൂടെ ഉണ്ട്. അതിനകത്ത് ജീരകമുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, കുരുമുളകുണ്ട്, വറ്റൽമുളകുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ എരിവുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രം ഇടുക. നല്ലോണം ഇളക്കി അങ്ങ് കൊടുക്കുക. നല്ലോണം മൂക്കട്ടെ. മഞ്ഞൾപ്പൊടി കുത്തലൊക്കെ പോയി നല്ലോണം മൂക്കണം. അത്ര നല്ലൊരു മണമൊക്കെ വരും. നമുക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം വരട്ടി എടുക്കുക. വരട്ടി എല്ലാം നല്ല മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കായപ്പൊടി അങ്ങോട്ട് കൊടുക്കുക. കായപ്പൊടി അധികം ഇടരുത്. അധികം ഇട്ടാൽ കായപ്പൊടി ടേസ്റ്റ് ആയിരിക്കും. പാകത്തിന് കായപ്പൊടി നല്ല ഇളക്കി കൊടുക്കുക. കായപ്പൊടിയും ജസ്റ്റ് ഒന്ന് ചൂടാവണം. നമ്മൾ മിക്സിയിലിട്ട് അരപ്പിച്ച് വെച്ച് മിക്സിയിൽ തന്നെ നല്ലോണം വെള്ളം എടുത്ത് കുലിക്കങ്ങ് ഒഴിക്കുക. ഒരു സൗണ്ടൊക്കെ വരെ നല്ലോണം നല്ല ഇളക്കി നല്ലോണം വെള്ളത്തിലോട്ട് അങ്ങനെ ഇളക്കിയെടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കണം. തക്കാളിയൊക്കെ ഇടണ്ടല്ലോ, നമ്മൾ പുളി ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാനായിട്ടുള്ള വെള്ളം വേണേനോ നല്ല ഇളക്കി. പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് മല്ലിയിലയും തക്കാളിയും ഒക്കെ നല്ല അരിഞ്ഞ് വയ്ക്കാം. തക്കാളി നല്ല നീളത്തിലരിയണേ. നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിടാതെ ഒരു തക്കാളി 3 വീസിൽ അങ്ങനെ അരിഞ്ഞാൽ മതി. പുളിക്ക് വേണ്ടി നമുക്കൊരു പുളി ഇടാത്തതുകൊണ്ട് ഒരു പച്ചത്തക്കാളി അതിൻ്റെ മൂട് കളയണേ. പ്രത്യേകിച്ച് മൂടെല്ലാം അരിഞ്ഞ് കളയണേ. എന്നിട്ട് നമ്മൾ തക്കാളി അതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കാതെ ഈ പച്ചത്തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി പുളി കിട്ടും. നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ആ തക്കാളി നല്ലൊരു പുളി കിട്ടും. അത് നല്ല വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ആ തക്കാളി ഇട്ടാൽ മതി. അപ്പോൾ പച്ച ഫ്ലേവറൊക്കെ പൊന്തും. മറ്റേ മഞ്ഞപ്പൊടിയുടെയും അതിൻ്റെയൊക്കെ പച്ച ഫ്ലേവറൊക്കെ പോയി നല്ലൊരു ഫ്ലേവർ വരുമ്പോൾ മാത്രം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിയൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാം. നമ്മളെടുത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് നല്ല വൃത്തിയായിട്ട് കിച്ചൺ നല്ല രീതി അത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെ കിച്ചനായാലും നമ്മൾ പഴയ കിച്ചനായാലും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണം. നല്ല ക്ലീൻ ചെയ്തെടുക്കുക. അതെല്ലാം സിങ്കിലോട്ട് തട്ടിയിടാതെ മിക്സി ജാർ എന്തായാലും കഴുകി വയ്ക്കണം. കാരണം നമ്മൾ എന്തെടുത്താലും അതേപോലെ കഴുകി ക്ലീൻ ചെയ്ത് വയ്ക്കണം. അത് നമ്മുടെ ഹൈജീൻ കൂട്ടും. നമ്മൾ എന്തെടുത്താലും നമ്മൾ ഇട്ടിട്ട് പോയി നാളാകുമ്പോൾ അത് കേടായി അത് തൊട്ടിപ്പിടിച്ച് അതൊന്നും നല്ലൊരു ശീലമല്ല. നല്ല വൃത്തിയിൽ അത് കഴുകി നമ്മൾ എന്തെടുത്താലും കിച്ചണിലായാലും എവിടെ ആയാലും നമ്മൾ ഉപയോഗിക്കുന്നതായാലും നമ്മൾ ക്ലീനായിട്ട് ചെയ്യുക. അതെനിക്ക് നിർബന്ധം. നമ്മളെടുത്ത സമയം എടുത്തെടുത്ത് വയ്ക്കുക. അതൊക്കെ ആയി നിർബന്ധമുള്ള കേസ്. അത് നല്ല തുടച്ച് അപ്പോഴേക്കും ആ വെള്ളമൊക്കെ തിളയ്ക്കും. നമ്മൾ പുളി മറ്റേ തക്കാളിയുടെ പാവത്തിലോട്ട് വെള്ളം നല്ലോണം തിളച്ച് നല്ല സ്മെല്ല് വരുന്നുണ്ടേ. അത്യാവശ്യം സ്മെല്ലൊക്കെ വരുന്നത്. ഒരു കായപ്പൊടി കുറവുണ്ട്, നമുക്കത് കുറച്ചിട്ട് കൊടുക്കുക. കിട്ടുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഈ രസം വയ്ക്കുമ്പോഴായാലും ഫിഷ് കറി വയ്ക്കാനും മുകളിൽ ലാസ്റ്റ് ഫിഷ് വെള്ളം ഫിഷ് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് കായപ്പൊടി നല്ല സ്മെല്ലായിരിക്കുമേ. നല്ല തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക. പച്ചത്തക്കാളിയും പഴുത്തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടേ എല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലോട്ട് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിലങ്ങ് തുടച്ച് ക്ലീനാക്കി വെച്ചിരിക്കുക. ഇനി തക്കാളി തിളയ്ക്കട്ടെ. തിളച്ചാൽ അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങുള്ളൂ. അപ്പോൾ ഈ തിളച്ച് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം നമുക്ക്. തിളയ്ക്കട്ടെ. മൊത്തം തിളച്ച് ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ കേട്ടോ. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ തിളച്ച് നല്ല മണം വരുന്നുണ്ട്.
നല്ല മണമുണ്ട്. നമുക്ക് അതിന് ഉപ്പിട്ടില്ല, നമുക്ക് ഉപ്പ് ഇടണം ഇനി അതിനകത്തോട്ട് പാകത്തിന് ഉപ്പിടാതെ. ഞാൻ 3 തവണ ആയിട്ടിടും. ഞാൻ അങ്ങനെയാണ് ശീലിച്ചുള്ളത്. കുറച്ചിട്ട് ഞാൻ കൈക്കണക്കാണ്. എനിക്ക് സ്പൂണിനേക്കാളും നല്ല കൈക്കണം. സ്പൂൺ ഇടാറുണ്ട്, എന്നാലും ഞാൻ വീട്ടിൽ വയ്ക്കുമ്പോൾ കൈക്ക് എടുത്തുള്ളൂ. നമ്മുടെ വീടല്ലേ, കൈക്കിടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ്. നല്ല മണം വരുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നല്ല മണം വരുന്നുണ്ട്. ഇളക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. നല്ല ഇളക്കി കൊടുക്കും. അതിന് ഉപ്പൊക്കെ ഒന്ന് പാകമാകാൻ നോക്കാവേ. നമുക്കൊന്ന് ഇളക്കി നിറച്ചു. ഇത് കൊള്ളാം, നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. നമുക്ക് മല്ലിയില ഇട്ടോ, അപ്പോൾ ലാസ്റ്റാണ് ഫിനിഷിങ് ആയ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് മല്ലിയിലൊക്കെ ഇട്ട് അതിൻ്റെ ഫ്ലേവർ ജസ്റ്റ് തിളക്കിടാം. അതിൻ്റെ ഫ്ലേവറൊക്കെ അതിനകത്ത് കയറണം. സ്റ്റമ്പായിട്ട് ഇടുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ ഇറങ്ങും. സാമ്പാറിലായാലും എന്തെങ്കിലും സ്റ്റമ്പായിട്ട് ഇട്ട് നോക്കും, അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ ഇളകും. നല്ല രീതിയിലായിട്ടുണ്ട്. നല്ല ആവി, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല രസത്തിന് മണം വരുന്നുണ്ട്. ഇളക്കി നോക്കും. ഞാൻ മാത്രം ടേസ്റ്റ് ചെയ്തിട്ട് അത് കൊള്ളാതെ ശരിയായില്ലല്ലോ. ഞാൻ അവളെ കൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ചോദിച്ചു പോകാം. ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ നല്ലതെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. എനിക്കിഷ്ടപ്പെട്ടു, നല്ലതാണ്, നല്ല രസമുണ്ട്. ഞാൻ അവളെ കൊണ്ടുകൂടി ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അല്ലെങ്കിൽ അവൾ പറയും കൊള്ളില്ല എന്ന് പറയും. നോക്കട്ടെ അവൾ എന്ത് പറയാമെന്ന് നോക്കാറുണ്ട്. കൊള്ളാലോ. അവൾക്ക് ഇഷ്ടപ്പെട്ടെ. അവൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ചിക്കനും ഫിഷൊക്കെ വയ്ക്കുന്നത് ഇഷ്ടം. വെജിറ്റേറിയൻ ആദ്യമായിട്ട് വീട്ടിൽ വയ്ക്കണേ. കൊള്ളാം, നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ തന്നെ അറിയാം നല്ല രസമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. പനിയൊക്കെ